بسم الله الرحمن الرحيم أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا إمامنا الشافعي رضي الله عنه فقير مسكين തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയെടുത്ത ആയത്താണിത്. അമ്മ സഫീന, മൂസ നബിയുടെ ചരിത്രത്തിൽ ഖിദർ നബിയോടുകൂടെ പോയ യാത്രയുണ്ടല്ലോ, ആ യാത്രയിൽ ഖിദർ നബി അലൈഹിസ്സലാം മൂസ നബി യാത്ര പോയപ്പോൾ ഒരു കപ്പലിന്റെ പലക അടർത്തിയെടുത്തിട്ടുണ്ട് ഖിദർ അലൈഹിസ്സലാം. ചരിത്രം അറിയാമല്ലോ. മൂസ നബി ചോദിച്ചെന്ത്, നമുക്ക് ഫ്രീ ആയി യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ട് ഈ കപ്പൽ പൊളിച്ചു കൊടുക്കണോ? ലഖദ് ജിഇത ശൈഅൻ ഇംറാ, വളരെ മോശമായി പോയല്ലോ ഖിദർ നബിയെ നമ്മൾ ഈ ചെയ്തത്. ആ ചോദ്യം കഴിഞ്ഞപ്പോൾ ഖിദർ നബി പറഞ്ഞു, മൂസ നബിയെ ഈ ചോദ്യം ചോദിച്ച് എൻ്റെ കൂടെ കൂടാൻ പറ്റില്ല കേട്ടോ, ചോദിച്ചാൽ നമുക്ക് പിരിയേണ്ടി വരും, മിണ്ടാതെ എന്നെ സഹിച്ചു കൂടാൻ പറ്റുമോ, നിങ്ങൾ എൻ്റെ കൂടെ കൂടിക്കോ. അങ്ങനെ പോയി മൂന്നാമത്തെ ആ മതിലിൻ്റെ ചരിത്രവും കഴിഞ്ഞ് ഖിദർ നബി പറഞ്ഞു കൊടുക്കുക ഓരോന്നും. ആ കപ്പൽ അമ്മ സഫീന, ആ കപ്പൽ ഫകാനത് ലിമസാകീൻ, മിസ്കീൻമാരുടേതായിരുന്നു ആ കപ്പൽ, ആരുടേതല്ല, ഫുഖറാഇന്റേതല്ല. ഫകാനത് ലിൽ ഫുഖറാ ലിൽ മസാകീൻ, മിസ്കീൻമാരുടെ കപ്പൽ. ആള് മിസ്കീന, പക്ഷെ ഒരു കപ്പലിന്റെ മുതലാളിയായേക്കും. ഫകാനത് ലിമസാകീൻ أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين. പാവപ്പെട്ടവനെ, അത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹുവിന്റെ കലാം എങ്ങനെ വരിക? അലൽ ഫഖീർ, ഫഖീറിനെ സഹായിക്കാൻ, മിസ്കീനെ സഹായിക്കാൻ പ്രേരിപ്പിക്കാത്ത ആൾ. അവർ അന്ത്യനാളിനെ നിഷേധിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിൽ പറഞ്ഞു, അവർ മിസ്കീനിനെ സഹായിക്കാൻ ഇഷ്ടപ്പെടാത്തവരാ, പ്രേരിപ്പിക്കാത്തവരാ. എന്താ പറയുക, ഒരു സഹായം ചെയ്യും, അവർക്കതിൻ്റെ ആവശ്യമില്ലല്ലോ, അവർ ഗൾഫുകാരല്ലേ, അവർക്ക് നാട്ടിൽ ബിസിനസ് ഇല്ലേ, അവർക്ക് ഇവിടെ മറ്റു സൗകര്യങ്ങളില്ലേ. ഉണ്ടായിരിക്കാം, പക്ഷെ അതിലപ്പുറം കടത്തിൽ മുങ്ങിക്കിടക്കുന്ന ആളായിരിക്കാം. ഉണ്ടായിരിക്കാം അങ്ങേയറ്റത്തെ കട്ടപ്പാടിൽ മുങ്ങി കുളിച്ചിട്ട് ആരോടും പറയാതെ നടക്കുന്നവർ. അവരെ ഒന്ന് സഹായിക്കണ്ടയോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നവൻ ഗുരുതരമായ വാക്കാണ് പറയുന്നത്. നിങ്ങൾ മിസ്കീനെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഫക്കീറിനെ കാണാൻ എളുപ്പമാണ്, ഫക്കീറിനെ പെട്ടെന്ന് കാണാൻ പറ്റും, മിസ്കീനെ കാണാൻ പറ്റില്ല. അവരഭിമാനികളായിരിക്കും, അവർക്ക് നിങ്ങൾ സഹായം ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാ വിശുദ്ധ ഖുർആൻ. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين. മിസ്കീനിനെ സഹായിക്കാത്തവർ. അമ്മ സഫീന ഫകാനത് ലിമസാകീൻ, ആ കപ്പൽ മിസ്കീന്മാരുടേതായിരുന്നു. മിസ്കീനാണെങ്കിൽ പോലും കപ്പലിന്റെ മുതലാളിയാവാം, പക്ഷേ ആള് മിസ്കീനായിരിക്കും. മഹാനായ ഖുസൈമ റളിയല്ലാഹു അൻഹു പാപ്പരായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗവർണർ, ഭരണാധികാരിയായ ഇക്രിമ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ച് സഹായത്തിന്റെ കയ്യുമായി വന്നിരിക്കുന്നു. 4000 ദിർഹമാണ് പടിവാതിലിക്കൽ കൊണ്ടുകൊടുക്കുന്നത്. മുഖം മറച്ചിട്ടുണ്ട്, ഇരുട്ടുള്ള രാത്രിയാണ്, പേര് പറഞ്ഞു കൊടുത്തിട്ടില്ല. ആരാണിതെന്ന് പറയാതെ ഞാൻ വാങ്ങില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അന മുൻഖിദുൽ കിറാമി മിൻ ഖദരിൽ അയ്യാം, എൻ്റെ പേര് മുൻഖിദുൽ കിറാമി, മാന്യന്മാരെ രക്ഷപ്പെടുത്തുന്ന ആളാണ് ഞാൻ. മിൻ ഖദരിൽ അയ്യാം, ദിവസങ്ങളുടെ ചതിയിൽ നിന്ന്, പാവപ്പെട്ടവരെയല്ല, ദിവസങ്ങളുടെ ചതിയിൽ നിന്ന് മാന്യന്മാരെ കൈപിടിച്ചുയർത്തുന്നവനാണ് ഞാൻ. ആ ഒരു വാക്കും പറഞ്ഞ് കടന്നു കളഞ്ഞു ഇക്രിമ റളിയല്ലാഹു അൻഹു. അവരുടെ ഭാര്യയുണ്ട്, ഗവർണറുടെ ഭാര്യ. ആ രാത്രി മുഴുവനും വിഷമിച്ച് കരഞ്ഞുകൊണ്ട് കഴിഞ്ഞു. തൻ്റെ ഭർത്താവ് എവിടെ പോയെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. വേഷം മാറി പോകുന്ന പോക്ക് കണ്ടപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഖിന്നയായി സങ്കടപ്പെട്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ ചോദിച്ചു, ഇക്രിമ തങ്ങൾ, എന്തേ നിങ്ങൾക്ക് സങ്കടം? അവർ പറഞ്ഞ വാക്ക്, ഒന്നുമല്ല, ഈ രാത്രി പാതിരാ നേരത്ത് എവിടേക്കാണ് പോകുന്നതെന്ന് പറയാതെ നിങ്ങൾ പോയത് എവിടേക്കാ? നിങ്ങൾ എന്തിനോട് പറയാതെ പോയി? രാത്രിയല്ലേ, അപകടം സംഭവിക്കില്ലേ?
ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തില്ല. തൻ്റെ ഭാര്യ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഥ പറഞ്ഞു കൊടുത്തു. ഞാൻ ഹുസൈമയോട് പറഞ്ഞത് അന മുൻഖിദുൽ കിറാമി മിൻ ഖദരിൽ അയ്യാം, ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. പിറ്റേന്ന് രാവിലെ ഹുസൈമ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല ആരാണ് കൊണ്ടുതന്നതെന്ന്, ആരാ തന്നെ സഹായിച്ചതെന്നറിയില്ല. രാവിലെ തൻ്റെ എല്ലാ കടവും വീട്ടുകയും കടക്കാർക്ക് കൊടുക്കാനുള്ളതെല്ലാം വീട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം വാങ്ങിച്ചു കൊണ്ടുവന്നു. ഒരൽപ്പം ആശ്വാസമായി. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു, സ്ഥിതി മെച്ചപ്പെട്ടു. ഹുസൈമ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥിതി മെച്ചപ്പെട്ടു വന്ന് പഴയ സ്ഥിതിയിലേക്ക് മുതലാളിയായി മാറുകയാണ് ഹുസൈമ. ആരാ സഹായിച്ചത്? തൻ്റെ പേര് പറയാൻ ഇഷ്ടപ്പെടാതെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഗവർണറായിരുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹു. ഇക്രിമ തങ്ങൾ ആണ് തന്നെ സഹായിച്ചതെന്നറിയില്ല ഹുസൈമ എന്നവർക്ക്. അങ്ങനെ ഒരിക്കൽ ഹുസൈമ എന്നവർ ഖലീഫയെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ ഖലീഫയാണ് പറഞ്ഞത്, ഹുസൈമ, നമ്മൾ സുഹൃത്തുക്കളായിരുന്നുവല്ലോ, ആ സൗഹൃദം ഒന്ന് പുതുക്കാം. ഇന്നിപ്പോൾ ഇക്രിമയെ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള ആ പ്രദേശത്തേക്ക് ഗവർണറായിട്ട് ഞാൻ നിങ്ങളെ നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ഹുസൈമ, നിങ്ങൾ ഇക്രിമയുടെ സ്ഥാനം നിങ്ങൾ ഏറ്റെടുക്കണം. ഇക്രിമയുടെ സമ്പത്തിന്റെ കണക്ക് നിങ്ങൾ ചോദിക്കണം. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണം. ഇക്രിമ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ വേണ്ട ശിക്ഷ നിങ്ങൾ നടത്തിക്കോളൂ എന്ന ആഹ്വാനവുമായി കടന്നു ചെല്ലുന്നു ഹുസൈമ റളിയല്ലാഹു അൻഹു. ഹുസൈമ വരുന്നുവെന്ന് കേട്ടപ്പോഴേക്കും തൻ്റെ കൂട്ടുകാരനാണ്, താൻ സഹായിച്ചു, രക്ഷപ്പെടുത്തി, അള്ളാഹു സമ്പത്ത് കൊടുത്തു, പൂർവസ്ഥിതിയിലേക്ക് മാറിയ ഹുസൈമയെ സ്വീകരിക്കാൻ ആളുകളെ കൂടി വഴിയിൽ വന്ന് സ്വീകരിക്കാൻ നിന്ന് ഇക്രിമയെ എതിരേറ്റത് ഹുസൈമയുടെ ചോദ്യമാണ്. നിങ്ങളുടെ ഈ സ്ഥാനം എന്നെ ഏൽപ്പിച്ച ഖലീഫ നിങ്ങളോട് കണക്ക് ചോദിക്കുന്നുണ്ട്, കണക്ക് തരണം. കണക്ക് നോക്കുമ്പോൾ 4000 ദിർഹം പോയതിന് വഴിയില്ല. 4000 ദിർഹം എവിടെ പോയെന്നതിന് കണക്കില്ല. ഹുസൈമ പറഞ്ഞു, ഇക്രിമ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ 4000 ദിർഹം നിങ്ങൾ എന്ത് ചെയ്തു, ആർക്ക് കൊടുത്തു, കണക്കില്ലല്ലോ. ഇതിൻ്റെ പേരിൽ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. ഫസജനഹു, ജയിലിൽ അടക്കപ്പെട്ടു. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരുന്നവർ ആരാണോ ഈ 4000 ഹുസൈമക്കന്ന് കൊണ്ടുപോയി വീടിന്റെ പടിവാതിരിക്കൽ പാതിരാ നേരത്ത് കൊണ്ടുപോയി കൊടുത്തത്, അതേ ഭരണാധികാരി താൻ ചെയ്ത ഈ സഹായത്തിന് ചങ്ങലകളിൽ ബന്ധിതരായി ജയിലിലേക്ക് പോകുന്നു. ജയിലിൽ കിടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയ്ക്ക് സങ്കടമായി. തൻ്റെ ഭർത്താവ് ഒരു ഉപകാരം ചെയ്ത മഹാമനുഷ്യൻ, തൻ്റെ പേര് പോലും പറയാതെ ഉപകാരം ചെയ്ത മനുഷ്യൻ, അങ്ങനെ ഒരു ഉപകാരം സ്വീകരിച്ചയാൾ തൻ്റെ ഭർത്താവിനെ പീഡിപ്പിക്കുകയാണോ, ജയിലടക്കുകയാണോ ചെയ്യേണ്ടത്? സങ്കടം സഹിക്കാൻ വയ്യാതെ ഈ പെണ്ണ് തൻ്റെ ഭാര്യ ഒരടിമസ്ത്രീ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം ഹുസൈമയെ പോയി പറഞ്ഞു കൊടുക്കണം. ആരാരുമില്ലാത്ത നേരത്ത്, ആരും കൂടെ ഇല്ലാത്ത നേരത്ത് ഞാൻ ഈ ചൊല്ലിത്തരുന്ന വാക്കുകൾ ഹുസൈമയെ പോയൊന്ന് കേൾപ്പിക്കുമോ? ഞാൻ പറയാം. നിങ്ങൾ പറയേണ്ടത് ഇങ്ങനെയാണോ? മുൻഖിദുൽ കിറാമി മിൻ ഖദരിൽ അയ്യാം, മുൻഖിദുൽ കിറാമി മിൻ ഖദരിൽ അയ്യാം. മാന്യന്മാരെ രക്ഷിക്കാൻ വേണ്ടി പണിയെടുത്ത ആളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന ഒരു വാക്ക് നിങ്ങളൊന്ന് പോയി പറഞ്ഞാൽ ഹുസൈമക്ക് ബോധ്യം വരും. ബോധ്യം വന്നു ഹുസൈമ റളിയല്ലാഹു അൻഹുവിന്. മഅദല്ലാഹ്, പടച്ചവനെ, 4000 ദിർഹം എൻ്റെ വാതിൽക്കൽ കൊണ്ടുതന്നെ സഹായിച്ച ആ മാന്യന്മാരെ രക്ഷിക്കാൻ വന്ന ആളെന്ന് പറഞ്ഞത് ഇക്രിമയായിരുന്നോ? ആ ഇക്രിമയോടാണോ ഞാൻ ഈ കടും പാപം ചെയ്തത്? അറിഞ്ഞില്ല, പറ്റിപ്പോയി, അല്ലാഹുവേ മാപ്പ് തരണേ എന്ന് പറഞ്ഞ് നേരെ ഓടിച്ചെല്ലുന്നത് കാരാഗൃഹത്തിൽ കഴിയുന്ന ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക്. ഇക്രിമ, എന്നോട് പൊറുക്കണേ, എന്നോട് ക്ഷമിക്കണേ, നിങ്ങളെ ഞാൻ സ്വന്തരാക്കുകയാണ്. ഇക്രിമ, നിങ്ങൾ എന്നോട് മാപ്പ് തരണം. ഇക്രിമ ചോദിച്ചു, എന്തു പറ്റി? ഈ ഇക്രിമ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഞാനായിരുന്നു നിങ്ങളെ സഹായിച്ചെന്ന്. ഭാര്യ പറഞ്ഞയച്ചത് ഒരാൾ മുഖാന്തിരം. മഹാനായ ഹുസൈമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇക്രിമ, മാന്യന്മാര് ചെയ്യുന്ന മാന്യതയോട്
മുൻഖിദുൽ കിറാമി മിൻ ഖദരിൽ അയ്യാം. പാവപ്പെട്ടവരെ, മാന്യന്മാരെ കൈപിടിച്ചുയർത്തി രക്ഷപ്പെടുത്താൻ വന്ന നിങ്ങളോട് ഞാനിത് ചെയ്തത് ശരിയായില്ലല്ലോ ഇക്രിമ, നിങ്ങൾ എഴുന്നേൽക്കിൻ. ഈ കാരാഗൃഹത്തിൽ നിങ്ങൾ കിടന്ന അത്രയും കാലം ഞാൻ കിടക്കാൻ പോവാണ്, ഞാനിത് കിടക്കാതെ പോകില്ല. രണ്ടുപേരും പരസ്പരം പറയാ. ഇക്രിമ ചോദിച്ചു, എന്തിന്? നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്തെന്നു, നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചു, നിങ്ങൾ എന്തിന് എനിക്ക് പകരം നിങ്ങൾ ജയിലിൽ കിടക്കണം? നിങ്ങൾ ഭരണാധികാരിയാണ്. അല്ലല്ല, നിങ്ങൾ വേദനിച്ച വേദന എത്ര ദിവസമാണോ അതത്രയും അനുഭവിക്കാതെ ഞാൻ ഇവിടുന്ന് പോരില്ലെന്ന് ഭരണാധികാരി പറഞ്ഞപ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളത് ചെയ്തേക്കരുതേ, നിങ്ങളത് ചെയ്തേക്കരുതേ. അത് ചെയ്യുന്ന പക്ഷം നിങ്ങളോടൊപ്പം ഞാനും കിടക്കും ഇവിടെ ജയിലിൽ. ഇങ്ങനെ രണ്ടുപേരും പരസ്പരം സ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, ആർദ്രതയുടെ നീരൊഴുക്കിയപ്പോഴാണ് രണ്ടുപേരും ജയിലിൽ നിന്ന് കടന്നു വന്ന് ഹുസൈമ റളിയല്ലാഹു തആല അൻഹു തൻ്റെ സുഹൃത്തിനെ തൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിലേക്ക് പോകല്ലേ, തൊലി നിറം മഞ്ഞ വെച്ചിട്ടുണ്ട്, കണ്ണുകളിൽ ക്ഷീണമുണ്ട്, ശരീരം ശോഷിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ താമസിച്ച് ഭക്ഷണം കഴിച്ച് സുഖം പ്രാപിച്ചതിൻ്റെ ശേഷം മാത്രം അങ്ങ് വീട്ടിൽ പോയാൽ മതിയെന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹുവിനോട് ഹുസൈമ റളിയല്ലാഹു അൻഹു എന്തൊരു മനോഹരം. താൻ ഉപകാരം ചെയ്തത് ആരാണെന്ന് പറഞ്ഞു കൊടുത്തില്ല. ആ ഉപകാരത്തിൻ്റെ പേരിൽ ഒരു കാരാഗ്രഹം ഈ ലോകത്ത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ചിത്രമാണിത്. ഹുസൈമതങ്ങളും ഇക്രിമതങ്ങളും അറിയാതെയായി ഇത് സംഭവിച്ചത്. ഇന്ന് ഉപകാരം ചെയ്തിട്ട് ഉപദ്രവമായി മാറുന്ന എത്രയോ കഥകളുണ്ട്. മുഅ്മിനെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ വിചാരിച്ചു പറയാണേ, ഉപകാരം ചെയ്ത ഒരു മനുഷ്യന് തിരിച്ചൊരു ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഉപദ്രവം ചെയ്യല്ലേ, ഉപദ്രവം ചെയ്യല്ലേ. ഉപകാരം ചെയ്യുന്ന മുഴുവനാളും ഞാൻ ഈ ചെയ്യുന്ന ഉപകാരം فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. സൂറത്തുൽ കഹ്ഫിന്റെ ഈ ആയത്തിന്റെ അവസാനത്തെ ഈ ആയത്തിൽ ഏതൊരു ഇഖ്ലാസിനെ കുറിച്ചാണോ പറയുന്നത്, ഞാൻ ചെയ്യുന്ന അമലിന്റെ കൂലി ആര് തരണം? അല്ലാഹു ജല്ല ജലാലു. തൻ്റെ കൂട്ടുകാരനെ സഹായിച്ചത്, കുടുംബത്തെ സഹായിച്ചത്, ഒരു കുട്ടിയുടെ കല്യാണത്തിന് സഹായം ചെയ്തു കൊടുത്തത്, ഇതിൻ്റെ കൂലി ഒരു ചിരി എനിക്ക് വേണ്ട, അവരുടെ ഒരു സഹായം എനിക്ക് വേണ്ട. നമ്മളൊരു ഉപകാരം ചെയ്തു, ഒരു കല്യാണത്തിന് സഹായിച്ചു, ആ കല്യാണം നടക്കുന്ന അന്ന് അവർ നമുക്ക് ക്ഷണം തന്നില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മനോഗതി? ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഞാൻ ചെയ്യുന്ന സേവനത്തിൻ്റെ പ്രതിഫലം അല്ലാഹു തന്നാൽ മതി എന്ന് ചിന്തിച്ച് സേവനം ചെയ്യുന്നവരാണ് സത്യവിശ്വാസികളായ വോളണ്ടിയർമാർ. കൂലി ആര് തരണം? അല്ലാഹു ജല്ല ജലാലു. ദുന്യാവിൽ കിട്ടിയേക്കും കിട്ടിയില്ല എന്ന് വരും. ആളുകൾക്ക് നമ്മുടെ കൈ നിറച്ച് തരാൻ പറ്റുമോ? ഇല്ല. ഒരാൾക്കും ഒരാളെയും ആവശ്യമാംവിധം സഹായിക്കാൻ കഴിയുകയുമില്ല. പ്രതിഫലം അല്ലാഹു എന്ന് പ്രതീക്ഷിച്ചോളി മുഅ്മിനെ, അല്ലാഹു എന്ന് കൂലി തരണമെന്ന് പ്രതീക്ഷിച്ചോളി. ഇക്രിമ റളിയല്ലാഹു അൻഹു തങ്ങളാ ചെയ്ത മഹാസേവനം ആരോടും പറയാതെ യഗ്ഫിറുല്ലാഹു ലക്, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്ത ആ ഒരു പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും പകരം കൊടുക്കാനില്ല. നാലാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സേവനം ഇക്റാമുൽ അഹ്ലി, നമ്മുടെ ബന്ധുമിത്രാദികളോടുള്ള കടപ്പാടുകളാണ്. ബന്ധുമിത്രാദികളോട് ശുദ്ധ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യസ്അലൂനക മാദാ യുൻഫിഖൂന ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖ്റബീൻ. يسألونك ماذا ينفقون قل ما أنفقتم من خير فللوالدين والأقربين. അങ്ങയോടവർ ചോദിക്കുന്നുണ്ട് നബിയേ, മാദാ യുൻഫിഖൂൻ, ഞങ്ങൾ എന്താണ് കൊടുക്കേണ്ടത്? ഖുൽ മാ അൻഫഖ്തും, നിങ്ങൾ എന്ത് കൊടുത്താലും, മിൻ ഖൈരിൻ, എന്ത് നന്മ ചെയ്യുകയാണെങ്കിലും ആ നന്മ ഏറ്റവും ആദ്യം സ്വീകരിക്കാൻ അർഹതപ്പെട്ടവർ ഫലിൽ വാലിദൈനി വൽ അഖ്റബീൻ, നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ബന്ധുക്കളുമാണ്. നിങ്ങളുടെ ബന്ധുക്കളും മാതാപിതാക്കളുമാ നിങ്ങളുടെ ഔദാര്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സ്വീകർത്താക്കൾ. നിങ്ങൾ അവരവഗണിക്കല്ലേ. സമ്പത്തുണ്ടായതിൻ്റെ പേരിൽ
ജ്യേഷ്ഠനോട് സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ അനുജനോട് ബഹുമാനക്കുറവ്, അല്ലെങ്കിൽ ജ്യേഷ്ഠനോട് ഇഷ്ടക്കുറവ്, ഒരു ബന്ധക്കുറവ്. നമ്മളൊക്കെ വലിയ ആളുകൾ, ആ കുടുംബം നമ്മളോട് യോജിക്കുന്നില്ല. ആര്? നിന്റെ രക്തബന്ധമുള്ള ആളുകളോ? ചെയ്യാൻ പാടില്ല. അഹങ്കാരം എന്നാണ് അതിൻ്റെ പേര്. അത് ഹൃദയത്തിൽ കടക്കുന്നവർക്ക് സ്വർഗമില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം കിട്ടേണ്ടത് ആർക്കാ? തങ്ങളുടെ ബന്ധുക്കൾക്കാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കഥയുണ്ട്. മദീനയിലെ ഏറ്റവും മനോഹരമായ ബൈറുഹ എന്ന ഈ തപ്പനത്തോട്ടമുള്ള സ്വഹാബി മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി ഈ സംഭവം ഉദ്ധരിച്ചുവല്ലോ. വിശുദ്ധ ഖുർആൻ ആയത്ത് ഇറങ്ങുന്ന നേരം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നബിയെ പഠിപ്പിച്ചു കൊടുക്കണം. ലൻ തനാലുൽ ബിർറ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്തോ അത് അല്ലാഹുവിന് നൽകുന്നവരേക്കും നിങ്ങൾക്ക് നന്മ ലഭിക്കുകയില്ല. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാ, കീറിപ്പറഞ്ഞ വസ്ത്രമൊക്കെ സ്വതക്ക കൊടുക്കാൻ എനിക്ക് പേടിയാണ്. എന്തേന്നറിയോ? നാളെ പരലോകത്ത് അല്ലാഹു സ്വതക്ക ചെയ്ത ലിസ്റ്റ് വായിക്കുമ്പോൾ ഇബ്നു മസ്ഊദ് കീറിപ്പറഞ്ഞൊരു കുപ്പായം 1 സംഭാവന, ഇതൊക്കെ അല്ലാഹു വായിക്കുമ്പോൾ എന്തൊരു മോശാണ്. ഞാൻ ഈ കീറിപ്പറഞ്ഞതൊക്കെ കൊടുക്കുമ്പോൾ അല്ലാഹു ഇത് വായിക്കുമ്പോൾ കൊടുക്കുന്നത് നല്ലതാവണ്ടേ, ഏറ്റവും നല്ലതാവണ്ടേ. അതില്ലെങ്കിൽ ഞാൻ കൊടുക്കൂല. അള്ളാഹുവിൽ നിന്ന് നന്മ വേണ്ടേ, പ്രതിഫലം വേണ്ടേ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്തോ അത് നിങ്ങൾ അള്ളാഹുവിന് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നോ? അതാണ്. ഇത് ഭയങ്കര ആയത്താണ്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ എന്തുമാകാം. നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ സ്നേഹം ഇത് അള്ളാഹുവിന് കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ ഖൽബ് അള്ളാഹുവിന് കൊടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയം അള്ളാഹുവിന് കൊടുത്തോ? ഉറക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഒരൽപ്പനേരം ഉറക്ക് നിങ്ങൾ ഒഴിച്ച് അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ച് കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ അവിടെ ബാധകമാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്തോ അത് നിങ്ങൾ നൽകുന്നത് വരെ നിങ്ങൾക്ക് നന്മ ലഭിക്കുകയില്ലെന്ന് ആയത്തിറങ്ങിയപ്പോഴാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഓടി വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വ ഇന്ന അഹബ്ബൽ മാലി ഇലയ്യ ബൈറുഹ, നബിയേ നിങ്ങൾ പോയിരിക്കാറുള്ള ബൈറുഹ എന്ന എൻ്റെ തോട്ടം അതെനിക്കിഷ്ടപ്പെട്ടതാണ് നബിയേ. അങ്ങവിടെ വെള്ളം കുടിക്കാൻ വരാറുണ്ടല്ലോ, അങ്ങ് ഇരിക്കാറുണ്ടല്ലോ ആ തോട്ടത്തിൽ. മദീനയുടെ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ഈ തോട്ടം ഫഇന്നഹാ സ്വദഖത്തുൽ ലില്ലാഹ്, ഇത് അല്ലാഹുവിന് ദാനമാണ് നബിയേ. അർജു ബിർറഹാ വദുഖറഹാ ഇൻദല്ലാഹ്, അതിൻ്റെ നന്മയും അതിൻ്റെ പ്രതിഫലവും നാളെ പരലോകത്ത് അല്ലാഹു തരണമെന്ന് ഞാൻ കൊതിക്കുന്നു നബിയേ. ഫളഅഹാ യാ റസൂലല്ലാഹി ഹൈസു അറാകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് എന്താണോ തോന്നിപ്പിച്ചു തരുന്നത് അങ്ങനെ ചെലവഴിച്ചേക്കണം നബിയെ എന്ന് ഹബീബിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വലിയ ഒരു തോട്ടത്തിൻ്റെ മുതലാളി അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. ശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ വചനം ഇറങ്ങിയപ്പോൾ മനസ്സ് പൊട്ടിയതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തരണ്ടയോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറുഹ, എൻ്റെ വരുമാനം അതാണ്, എടുത്തേക്കും നബിയെ. അങ്ങനെയല്ലേ നമ്മുടെ പള്ളികൾക്കും നമ്മുടെ മദ്രസകൾക്കും നമ്മുടെ യതീംഖാനകൾക്കും ഒരുപാട് ഒരുപാട് വരുമാനങ്ങളായത്. നമ്മുടെ പൂർവ്വഗാമികൾ, നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ വല്ലിപ്പമാർ, ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഉമ്മമാർ, അവരുടെ ആഭരണങ്ങൾ, അവരുടെ സ്വർണം, ഒരുപാട് തെങ്ങുകൾ, തോപ്പുകൾ, പറമ്പുകൾ പള്ളിക്ക് വേണ്ടി വഖഫാക്കി. എന്താ ഇത്? ഏറ്റവും ഇഷ്ടപ്പെട്ടതാ, അള്ളാഹുവിന് കൊടുക്കാൻ. ഹബീബായ തങ്ങളിത് കേൾക്കേണ്ട താമസം അവിടെ നിന്ന് പറഞ്ഞു, ബഖിൻ ദാലിക മാലുൻ റാബിഹ്, ദാലിക മാലുൻ റാബിഹ്. കൺഗ്രാറ്റുലേഷൻസ് അബൂ ത്വൽഹ, ഈ സമ്പത്ത് നിങ്ങൾക്ക് ലാഭം തരും, ഇത് നിങ്ങൾക്ക് ലാഭം തരും, ഇത് നിങ്ങൾക്ക് ലാഭം തരും അബൂ ത്വൽഹ. വഇന്നി അറാ അൻ തജ്അലഹാ ഫിൽ അഖ്റബീൻ. ഇവിടെ ആ വിഷയം. അബൂ ത്വൽഹ, നിങ്ങളത് നിങ്ങളുടെ കുടുംബക്കാരിൽ പാവപ്പെട്ടവരുണ്ടല്ലോ അവർക്ക് കൊടുക്കലാണ് എൻ്റെ ഇഷ്ടം അബൂ ത്വൽഹ. ഇത് നിങ്ങളുടെ കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുത്തേക്കണേ. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഫ്അൽ യാ റസൂലല്ലാഹ്, അങ്ങ് വീതിച്ചു കൊടുത്തോളൂ നബിയേ.
അഫ്അലു യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങനെ ചെയ്തേക്കാം നബിയേ. ഫഖസമഹ അബൂ തുൽഹ ഫി അഖാരിബിഹി വബനി അമ്മിഹി, തൻ്റെ ബന്ധുക്കൾക്ക്, എളാപ്പ മൂത്താപ്പമാരുടെ മക്കൾക്ക് അത് വീതിച്ചു കൊടുത്തു എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നത്, നിങ്ങളുടെ ബന്ധുക്കളെ സഹായിക്കുവിൻ, അവരെ കരകയറ്റുവിൻ. അല്ലേ, തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപഥം കൊതിക്കും. തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. അങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെട്ടു, കുടുംബം താഴേക്കിടെ കിടക്കുക, എന്താണ് അതിലെന്ത് രസം, എന്തുണ്ടതിൽ? തന്നാൽ കരേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപഥം കൊതിക്കും. തപോനിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം. നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. പടച്ചോനെ, ഞാൻ ഒറ്റയ്ക്ക് ഉഷാറായിട്ടെന്താ, എൻ്റെ കുടുംബം നന്നാവട്ടെ, എൻ്റെ ബന്ധുക്കൾ നന്നാവട്ടെ. ഇത് മുസ്ലിം ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അയൽവാസിയെ സംബന്ധിച്ച് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു തരം അയൽവാസികൾ അവരോട് 3 ബാധ്യതയാണ്. വേറെ ഒരു വിഭാഗം അയൽവാസികൾ അവരോട് 2 ബാധ്യതയാണ്. വേറെ ഒരു വിഭാഗം അയൽവാസികൾ അവരോട് നിങ്ങൾക്ക് 1 ബാധ്യതയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ഈ 3 ബാധ്യത? അയൽപക്കക്കാരനാരാ? അൽ ജാറുല്ലദി അലൈഹി 3 ഹുഖൂഖ്, 3 ബാധ്യതകളുള്ള അയൽപക്കക്കാർ. ഒന്ന്, അൽ ജാറുൽ മുസ്ലിമു ദിർറഹിം, നിങ്ങളുടെ കുടുംബ ബന്ധമുള്ള, നിങ്ങളുടെ ബന്ധുവായ മുസ്ലിമായ അയൽപക്കക്കാരൻ. നിങ്ങളുടെ എളാപ്പയുടെ മക്കളാണ്, മൂത്താപ്പയുടെ മക്കളാണ്, എളാമ്മയുടെ മക്കളാണ്, മൂത്തമ്മയുടെ മക്കളാണ്, രക്തബന്ധമുള്ള കുടുംബമാണ്. അവരാണ് നിങ്ങളുടെ അയൽവാസികളെങ്കിൽ അവരുടെ അവകാശങ്ങൾ കൂടുതലാണ്. അവർക്ക് മുസ്ലിമിൻ്റെ അവകാശം കൊടുക്കണം. 2, അവരുടെ കുടുംബ ബന്ധത്തിൻ്റെ അവകാശമുണ്ട്. 3, അയൽപക്കത്തിൻ്റെ അവകാശമുണ്ട്. ഇനി പറഞ്ഞു, നിങ്ങളുടെ അയൽപക്കക്കാരൻ മുസ്ലിമാണ്. 2 ഹക്കുണ്ട് അവിടെ. ഒന്ന് ഹക്കുൽ ജാർ, അയൽപക്കത്തിന്റെ ബന്ധം. മറ്റൊന്ന് ഹക്കുൽ ഇസ്ലാം, അവനൊരു മുസ്ലിമല്ലേ, മുസ്ലിമിന് കൊടുക്കേണ്ട അവകാശങ്ങളില്ലേ. വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ അയൽവാസി അമുസ്ലിമാണെന്ന് വിചാരിക്കുക, ഫലഹു ഹക്കുൽ ജാർ, അയൽവാസിക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ നിങ്ങളുടെ അമുസ്ലിമായ അയൽപക്കക്കാരന് കൊടുക്കണേ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് നമ്മൾ പരസ്പരം ബുദ്ധിമുട്ടാക്കുക? എങ്ങനെയാണ് അരസന്റെ ഭൂമിക്ക് വേണ്ടി കത്തിക്കുത്തുണ്ടാവുക? എങ്ങനെയാണ് സ്ഥലം അളവെടുക്കാൻ വരുന്ന സമയത്ത് ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഉണ്ടാകുക? അരസന്റെ ഭൂമിക്ക് വേണ്ടി മനുഷ്യനെ കഴുത്തെറുക്കുന്ന കാലമല്ലേ മുഅ്മിനെ, അല്ലേ? എന്താണ് ഈ അരച്ചാണ് കൊണ്ട് കിട്ടാൻ പോകുന്നത്? എന്താണ് അതുകൊണ്ട് നേട്ടം? ഒന്നുമില്ല. മുസ്ലിമെ, നമ്മൾ ചിന്തിക്കേണ്ടത്, യാ അല്ലാഹ്, പടച്ചവനെ, എൻ്റെ സമ്പത്തിൽ നിന്നങ്ങ് പോയാൽ പോലും ഒരൽപ്പം പോലും, ഒരു വിരലിൻ്റെ ഒരൽപ്പം പോലും, 1 ഇഞ്ച് പോലും തൻ്റെ അയൽപക്കക്കാരൻ്റേത് എനിക്ക് വേണ്ട. അങ്ങനെയാ നമ്മൾ അതിരുകൾ നിർണ്ണയിക്കേണ്ടത്, അല്ലേ? സ്വന്തം അയൽവാസിക്ക് പോകാൻ വഴി വേണ്ടേ? വഴി കൊടുക്കണ്ടേ? വഴി മുടക്കാൻ പാടുണ്ടോ? ഇതൊക്കെ അയൽവാസികൾക്കുള്ള അവകാശമാണ്. നമ്മൾ എന്താ ഒരു മതിൽ ഒരൽപ്പം കൊണ്ട് നീക്കി കുത്തിയാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു? നമ്മൾ ഒരൽപ്പം തന്നെ അയൽവാസിക്ക് കടന്നു പോകാൻ, വാഹനത്തിന് കടന്നു പോകാൻ സൗകര്യം ചെയ്തു കൊടുത്തു. എന്ത് നഷ്ടം അതിലുണ്ട്? ഹക്കുൽ ജാർ, ഹക്കുൽ ഇസ്ലാം, ഹക്കുസ്വില, നിങ്ങളുടെ കുടുംബ ബന്ധം നോക്കുന്നില്ലേ? എവിടെ? മുസ്ലിമിന്റെ ബാധ്യത നോക്കുന്നില്ലേ? അയൽപക്കത്തിന്റെ ബാധ്യത നിങ്ങൾ നോക്കുന്നില്ലേ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയും, നമ്മൾ മുസ്ലിം തന്നെയാണ്, നമ്മളിതൊക്കെ അയൽവാസിക്ക് അവകാശപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ? അയൽവാസിക്ക് ഈ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നുണ്ടോ? മഹാന്മാർ ഉദ്ധരിക്കാറുള്ള ഹദീസാണ്, തൻ്റെ അയൽവാസിക്ക് കാറ്റ് വരുന്ന ഏതെങ്കിലും ഒരു വഴിയേ ഉള്ളൂ, ആ വഴിയിൽ നിങ്ങൾ വീടിൻ്റെ തട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ അയൽവാസിയുടെ വീട്ടിലേക്ക് സ്വസ്ഥമായ കാറ്റ് വരുന്നതിന് തടസ്സമുണ്ടെങ്കിൽ മുസ്ലിമേ, നിങ്ങൾ അത്രക്ക് കെട്ടിപ്പൊക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽപക്കക്കാരൻ്റെ ബാധ്യതകൾ ദീൻ ചർച്ച ചെയ്ത ഭാഗം കാണാൻ കഴിയും. എങ്ങനെ അയൽവാസിയുടെ വീട്ടിലേക്ക് നല്ല മനോഹരമായ കാറ്റ് വരുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, ഒരൊറ്റ ഇടഭാഗേ ഉള്ളൂ, അത് നമ്മൾ അടച്ചു കളഞ്ഞു. ചെയ്യല്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മൾ അഴുക്കുകൾ അയൽപക്കത്തേക്ക് ഒഴുക്കുന്നത്? എങ്ങനെയാ ചപ്പുചവറുകൾ അയൽപക്കത്തേക്ക് വാരിയിടുന്നത്? എങ്ങനെയാ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരസലുകൾ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഒരു ചാൺ ഭൂമിക്ക് വേണ്ടി നമ്മൾ പരസ്പരം തെറ്റിപ്പിണയുന്നത്? എന്തിനു വേണ്ടി മുസ്ലിമേ? എന്തിനു വേണ്ടി? ഹക്കുൽ ജാർ,
നിങ്ങളത് അയൽപക്കക്കാർക്ക് അവകാശപ്പെട്ട് നൽകുന്നുണ്ടോ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാം, അയൽപക്കക്കാരോട് കടപ്പാടുകളുണ്ട്. മാസാല ജിബ്രീൽ യൂസ്വീനി ബിൽ ജാരി ഹത്താ ളനൻതു അന്നഹു സയുവരിസുഹു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് വന്നിട്ട്, നബിയെ അയൽവാസിയെ ശ്രദ്ധിക്കണേ നബിയെ, അയൽവാസിയെ ശ്രദ്ധിക്കണേ നബിയെ, അയൽപക്കക്കാരനെ ശ്രദ്ധിക്കണേ നബിയെ എന്ന് പഠിപ്പിച്ചു തരികയും ഒരുപാട് പറഞ്ഞു തരികയും ചെയ്തപ്പോൾ എനിക്ക് തോന്നിപ്പോയി, ഒരാൾ മരിച്ചുപോയാൽ തൻ്റെ സമ്പത്തിൽ മക്കൾക്ക് അവകാശമുള്ള പോലെ അയൽവാസികൾക്കും അവകാശമുണ്ടോ എന്ന് ചിന്തിക്കുമാർ. അത്രക്കങ്ങ് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വസിയത്ത് ചെയ്തുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജാറുസ് സാലിഹ്, ഏറ്റവും നല്ല അയൽപക്കക്കാരായി മാറാൻ മുസ്ലിമിന് കഴിയണം. അമുസ്ലിമായ ഒരാൾ തൻ്റെ അയൽപക്കത്ത് ജീവിക്കുമ്പോൾ ഈ മുസ്ലിമിൻ്റെ സ്വഭാവം കണ്ട് അവന് മുസ്ലിമാവാൻ തോന്നണം. ഒരമുസ്ലിമിന് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് വരാൻ തോന്നണം. യാ അല്ലാഹ്, മുസ്ലിമീങ്ങളൊക്കെ അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇസ്ലാമിൻ്റെ മുഖം? എത്ര മനോഹരായിരിക്കും, എത്ര മനോഹരം. ഹക്കുൽ ജാർ, അയൽവാസിയെ ശ്രദ്ധിക്കണേ, അയൽപക്കക്കാരനെ നിങ്ങളെ നോക്കണേ, അയൽപക്കക്കാരനെ കാറ്റ് തടസ്സമാകുന്ന വിധത്തിൽ നിങ്ങൾ വീട് പൊക്കല്ലേ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാസാല ജിബ്രീലു യൂസ്വീനി ഫിൽ ജാരി ഹത്താ ളനൻതു അന്നഹു സയുവരിസു. ഒരു പെണ്ണിനെ കുറിച്ച് അവർ പറഞ്ഞു, നബിയേ നല്ല പെണ്ണാണ് നബിയേ, തഖൂമുൽ ലൈല കദാ വകദാ, രാത്രി നിന്ന് നിസ്കരിക്കുന്ന പെണ്ണാണ് നബിയെ, വതസൂമുൻ നഹാര കദാ വകദാ, റമളാൻ അല്ലെങ്കിൽ പോലും ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ് നബിയെ, വലാകിന്നഹാ തുഅദി ജീറാനഹാ ബിലിസാനിഹാ, അവരുടെ നാവ് കൊണ്ട് അയൽവാസികളെ വേദനിപ്പിക്കാറുണ്ട് നബിയെ, അയൽവാസികളെ നാവ് കൊണ്ട് വേദനിപ്പിക്കുന്ന പെണ്ണാണ് നബിയെ. പക്ഷേ അവർ നിസ്കരിക്കുന്നവളാണ്, അവർ നോമ്പ് നോക്കുന്നവളാണ്, സ്വതക്ക കൊടുക്കുന്നവളാണെന്ന് പറഞ്ഞപ്പോൾ ഹബീബിന്റെ മറുപടി ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ് എന്ന് മറുപടി കൊടുത്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽപക്കക്കാരുള്ള കടപ്പാടുകളാണത്. അൽ കറമു മഅൽ ഫുഖറാഇ വൽ മസാകീൻ, പാവപ്പെട്ടവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ദാനമാണ് അവസാനത്തേത്. ഉലമാ ഉദ്ധരിക്കാൻ പോകുന്നത് ബൈനമാ റജുലും ബിഫലാ, സ്വഹീഹ് മുസ്ലിമിൽ ഒരു ചരിത്രം കാണാൻ പറ്റും. ഒരു മരുഭൂമിയിലൂടെ ഒരാളിങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു മേഘം കടന്നു വന്നു. മേഘത്തിന്റെ ഉള്ളിൽ നിന്നൊരു വിളിയാളം വന്നു, ഇസ്ഖി ഹദീഖത ഫുലാൻ, ഏതോ ഒരാളിന്റെ പേര് പറഞ്ഞ് അയാളുടെ തോട്ടം പോയി നനച്ചു കൊടുക്കണം. ഒരാളിങ്ങനെ നടക്കുകയാണ്, മരുഭൂമിയിലൂടെ പോകുമ്പോൾ ഒരു മേഘം താഴേക്ക് വന്ന് ആ മേഘത്തിൽ നിന്നൊരു അശരീരി കേൾക്കാനിടയായി. ആ സ്വഹീഹായ ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാമുന മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ആ മേഘം മഴയായി പെയ്തിറങ്ങി. മേഘത്തിന്റെ വെള്ളം, ആ മഴയുടെ വെള്ളം ചാലുകളായി ഒഴുകാൻ തുടങ്ങിയപ്പോൾ ഒരു മൺവെട്ടി എടുത്ത് ആ വെള്ളം തെളിച്ചു കൊണ്ടുപോയി ഒരു തോട്ടം വരെ കൊണ്ടുപോയിട്ട് ഇയാൾ ചോദിച്ചു തോട്ടത്തിൽ കണ്ട ആളോട്, അല്ല നിങ്ങളുടെ പേരിന്നതാണോ? അയാൾ പറഞ്ഞു, അതെ. എങ്ങനെ അറിയാം? ഞാൻ മരുഭൂമിയിൽ ഈ മഴവെള്ളത്തിന് കാരണമായ മേഘം താഴേക്ക് വന്ന് അതിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇസ്ഖി ഹദീഖത ഫുലാൻ, നിങ്ങളുടെ പേര് പറഞ്ഞ് ഈ തോട്ടം നനച്ചു കൊടുക്കണമെന്ന് എന്നോട് ആരോ പറയുന്ന പോലെ എന്നോട് പറഞ്ഞു തരിൻ. ഉൻഷിദുക ബില്ലാഹ്, അല്ലാഹുവിനെ വിചാരിച്ചു പറഞ്ഞു തരണേ, നിങ്ങൾ ചെയ്യുന്ന നന്മ എന്താണ്? അദ്ദേഹം പറഞ്ഞു, മറ്റൊന്നുമല്ല, എൻ്റെ പേര് നിങ്ങൾ കേട്ടിരിക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ കൃഷിയുടെ വരുമാനത്തിൻ്റെ 1/3 എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഞാൻ മാറ്റിവെക്കും, എൻ്റെ മക്കൾക്ക് വേണ്ടി. വരുമാനത്തിൻ്റെ 1/3. വരുമാനത്തിൻ്റെ മറ്റൊരു 1 പാവപ്പെട്ട മിസ്കീന്മാർക്ക്, പാവപ്പെട്ടവർക്ക് ഞാൻ സ്വതക്ക ചെയ്യുന്ന ആളാണ്. പിന്നെ 1 ശേഷിക്കുന്ന ഒരു ഭാഗം അത് ഞാൻ കൃഷി ഇറക്കാൻ ഉപയോഗിക്കും അടുത്ത തവണത്തേക്ക്. അങ്ങനെ നിരന്തരമായി തൻ്റെ വരുമാനത്തിൽ ഒരു ഓഹരി പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അത് അല്ലാഹു സ്വീകരിച്ചിരിക്കണം. അതായിരിക്കണം നിങ്ങളോട് ഇത് പറയപ്പെടാൻ കാരണമെന്ന്
ആ തോട്ടത്തിൻ്റെ ഉടമ പറഞ്ഞു കൊടുത്ത കഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് കേൾപ്പിച്ചു കൊടുക്കുന്നു. സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ പറ്റും. അങ്ങനെ ദാനം ചെയ്ത സ്വഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു. ഓർമ്മയുണ്ടോ, അന്നൊരിക്കൽ മദീനയുടെ പള്ളിയിൽ വന്ന് മിണ്ടാതെ ആരാരുമില്ലാത്ത നേരത്ത് പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, അബൂ ഉമാമ, യാ അബാ ഉമാമ, ആരാരും നിസ്കരിക്കാനില്ലാത്ത നേരത്ത് എന്തിനാണോ നിങ്ങൾ ഈ പള്ളിയിൽ ഇന്നേരം ഇരിക്കുന്നത്? നബിയേ, ദുയൂനി വഹുമൂമി ലസിമതിനി യാ റസൂലല്ലാഹ്. ഒരുപാട് കടങ്ങളും സങ്കടവും ഉണ്ട് നബിയേ, കടങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നബിയേ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു കടം കൊണ്ട് വലഞ്ഞപ്പോ, പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെ വന്നപ്പോ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് അഭയം പ്രാപിച്ചു വന്ന സ്വഹാബി അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, യാ അബാ ഉമാമ, അല്ലയോ അബൂ ഉമാമ, അലാ ഉഅല്ലിമുക കലിമാത്, നിങ്ങൾക്ക് ഞാൻ ഏതാനും ചില വചനങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ? ലൗ ഖുൽതഹാ, ആ വചനങ്ങൾ നിങ്ങൾ പറഞ്ഞാൽ ഖലല്ലാഹു അൻക ദൈനക്, നിങ്ങളുടെ കടം അല്ലാഹു വിട്ടുതരികയും വകഫാക ഹമ്മക്, നിങ്ങളുടെ സങ്കടം അല്ലാഹു തീർത്തു തരികയും ചെയ്യും. അബൂ ഉമാമ, ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? ലോകത്തിന് റഹ്മത്തായി വന്നവരെ നബിയേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ചില വാക്ക് പഠിപ്പിച്ചു തരട്ടെയോ? അബൂ ഉമാമ, ചൊല്ലിക്കോളൂ. എപ്പോഴും രാവിലെയും വൈകുന്നേരവും ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ കടം അല്ലാഹു വിട്ടുതരുമെന്ന് പഠിപ്പിച്ചു കൊടുത്തു റസൂലുള്ളാഹി തങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബതി ദൈനി വഖഹ്രി റിജാൽ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതാനും ആഴ്ചകളെ ചൊല്ലേണ്ടി വന്നുള്ളൂ. എങ്ങനെയാണാവോ എൻ്റെ ഈ കടങ്ങളൊക്കെ ഞാൻ വിട്ടുക എന്ന് ചിന്തിച്ച് വിഷമിച്ചിരുന്ന സ്വഹാബിയുടെ കടങ്ങളെല്ലാം അവരറിയാത്ത വഴിക്ക് അല്ലാഹു കടം വിട്ടുകൊടുത്തത് ഈ ദിക്റിന്റെ മഹത്വം ഉദ്ധരിച്ചുകൊണ്ട് ഇതേ സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ നിഅമത്ത് ചെയ്തു, ഒരുപാട് അനുഗ്രഹം ചെയ്തു. കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന്റെ വഴിയിലേക്ക് ദാനവും ചെയ്ത സ്വഹാബിയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരിക്കൽ 3 ദിർഹമല്ലാതെ മറ്റൊന്നും കയ്യിൽ ബാക്കിയില്ല. 3 അപ്പോഴാണ് വാതിൽക്കൽ വന്ന് അനസ്സായിലു, ഞാനൊരു യാചകനാണ്, സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോ ഫഅതാഹു ദിർഹമൻ, 1 ദിർഹം അയാൾക്ക് കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞ് വേറെ ഒരാൾ വന്നു, വല്ലതും തരണേ എന്ന് ചോദിച്ചപ്പോ 2ാമത്തെ ദിർഹമും കൊടുത്തു. പിന്നെ 3ാമതൊരാൾ കടന്നു വന്നു, അയാളും ചോദിച്ചു വല്ലതും തരണേ. തൻ്റെ കയ്യിലുള്ള 3ാമത്തതും കൊടുത്തു. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു 3ാമത്തതും കൊടുത്തു കഴിഞ്ഞു. അപ്പോ വീട്ടിൽ ജോലി ചെയ്യുന്ന വേലക്കാരിയുണ്ട്, അടിമപ്പെണ്ണുണ്ട്. അവരെന്ന് ക്രിസ്ത്യാനിയാണ്. ആ പെണ്ണ് പറഞ്ഞു, അബാ ഉമാമ, അല്ലയോ അബൂ ഉമാമ, നിങ്ങളുടെ കയ്യിൽ ഒന്നുപോലും ബാക്കി വെക്കാതെ എല്ലാം നിങ്ങൾ എന്തിന് കൊടുത്തു കഴിഞ്ഞു അബൂ ഉമാമ? 1 ദിർഹമെങ്കിലും ബാക്കി വെച്ചുകൂടായിരുന്നോ? നിങ്ങൾക്ക് ഇന്ന് നോമ്പില്ലേ? നോമ്പ് തുറക്കാൻ ഭക്ഷണം വാങ്ങിക്കണ്ടയോ? ഉമാമ പറഞ്ഞു, അല്ലാഹു ഖൈർ, അല്ലാഹു അക്തറു, അല്ലാഹു തരുമല്ലോ, അല്ലാഹു തരുമല്ലോ. ഈ പെണ്ണ് പറയുന്നുണ്ട്, സംഭവം ഉദ്ധരിക്കുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു യസീദ് ഇബ്നു ജാബിർ റളിയല്ലാഹു തആല അൻഹു ആണ്. ആ പെണ്ണ് ഉദ്ധരിക്കുന്ന സംഭവം, അന്ന് മഗ്രിബ് നിസ്കാരമായപ്പോ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഞാൻ എങ്ങനെയൊക്കെയോ ശരിയാക്കി. ഔഖത്തു സിറാജൻ, അവർക്ക് വിളക്ക് കത്തിക്കാൻ അല്പം എണ്ണയും സംഘടിപ്പിച്ച് ഞാൻ വിളക്ക് കത്തിച്ചു കൊടുത്തു ഭക്ഷണം കഴിക്കാൻ. ആ ഭക്ഷണം കണ്ടപ്പോ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹാദാ ഖൈറും മിൻ ഇൻദിഹി, ഇത് അല്ലാഹു തന്ന നിഅമത്താണ്, അല്ലാഹു തന്ന നിഅമത്താണ്. കിടക്കാനുള്ള കിടപ്പറ വിരിപ്പ് ശരിയാക്കി കൊടുക്കുന്ന നേരത്ത് വിരിപ്പങ്ങ് പൊക്കിയപ്പോൾ പെണ്ണിന് കാണാൻ കഴിഞ്ഞത് 300 ദീനാർ, 300 സ്വർണ്ണ നാണയം
300 സ്വർണ്ണ നാണയം വിരിപ്പിന്റെ അടിയിൽ. ഇവളിങ്ങനെ പറഞ്ഞു, പടച്ചവനെ, വെറുതെ അല്ല, 300 സ്വർണ്ണ നാണയം ബാക്കി വെച്ചിട്ടാണ് ഈ 3 വെള്ളി നാണയം സ്വതക്ക ചെയ്തത് എന്ന്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഇവർ ചോദിച്ചു, അല്ലയോ അബൂ ഉമാമ, നിങ്ങൾ വിരിപ്പിൽ ഒളിപ്പിച്ചു വെച്ചത് ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചോ? 300 സ്വർണ്ണ നാണയം ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചോ? അവർ ചോദിച്ചു, എന്ത്? അയ്യു ദീനാരിൻ, ഏത് ദീനാർ? ഞാനൊന്നും ബാക്കി വെച്ചിട്ടില്ലല്ലോ. നിങ്ങൾക്കറിയണോ, നിങ്ങളുടെ വിരിപ്പിൻ്റെ ഉള്ളിൽ 300 സ്വർണ്ണ നാണയം ഞാൻ കണ്ടിട്ടുണ്ട്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റൂമിലേക്ക് ചെന്ന് നോക്കി. ഫതഅജ്ജബ, അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഹാദാ മിൻ ഇൻദിഹി, ഇത് അല്ലാഹു തന്നതായിരിക്കണം, അല്ലാഹു തന്നതായിരിക്കണം. ഇത് കണ്ടപ്പോഴാണ് ക്രിസ്ത്യാനിയായിരുന്ന ഈ പെണ്ണ് പറഞ്ഞത്, ഫഖതഅതു സിന്നാരി, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന കുരിശിൻ്റെ മാല ഞാൻ പൊട്ടിച്ചെറിഞ്ഞു. ആ മാല ഞാൻ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, നീ സത്യമാണ്. അല്ലാഹുവേ, നീ എൻ്റെ മഅബൂദാണ്. നിന്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ സത്യസന്ധരായ നബിയാണ്. അവരാണല്ലോ പഠിപ്പിച്ചത്, മാ നഖസ സദഖതു അഹദികും മിമ്മാലികും ശൈആ, നിങ്ങൾ ചെയ്യുന്ന ദാനം കൊണ്ട് ഒരിക്കൽ പോലും അല്ലാഹു നിങ്ങൾക്ക് കുറവ് വരുത്തുകയില്ലെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, നിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അങ്ങനെ മുസ്ലിമത്തായ മൗലാത്ത് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ വന്ന് തൻ്റെ യജമാനൻ, തൻ്റെ ഉടമസ്ഥൻ ചെയ്ത സ്വതക്കക്ക് പകരം അല്ലാഹു കൊടുത്ത പ്രതിഫലം കണ്ട് കലിമ ചൊല്ലി മുസ്ലിമായ പെണ്ണിന്റെ ചരിത്രം മഹാനായ ഇബ്നു ജാബിർ തങ്ങൾ പറയുന്നു. ഈ പെണ്ണ് മുസ്ലിമായി പിന്നെ ഹിംസിലെ, ഇന്നത്തെ സിറിയയിലെ ഹിംസിന്റെ ഭാഗത്തുള്ള പള്ളിയിൽ റഅയ്തുഹാ, ഞാൻ കണ്ടിട്ടുണ്ട് ഈ പെണ്ണ്. ആ ഹിംസിന്റെ പള്ളിയുടെ ഓരത്ത് എത്രയോ മുസ്ലിം പെണ്ണുങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും വൽ ഫിഖ്ഹ, ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുക്കുകയും വസ്സുനന വൽ ഫറായിദ്, സുന്നത്തുകളും ഫർളുകളും പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപികയായി ഈ മുസ്ലിമത്തായ പെണ്ണ് മാറിയത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മഹാനായ യസീദ് ബിൻ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ചിലർക്ക് അല്ലാഹു ഇവിടെ കൊടുക്കും, ചിലർക്ക് പരലോകത്ത് കൊടുക്കും, ചിലർക്ക് അല്ലാഹു തആല ഏറ്റി കൊടുക്കും, ചിലർക്ക് അല്ലാഹു പരീക്ഷണമായി അല്ലാഹു ചിലത് കൊണ്ടുപോകും. പക്ഷേ സ്വതക്ക കൊണ്ടാർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. യാനി സർഫ് കുൻ ദറാഹ് ഓ, സർഫ് കുൻ ദറാഹ് ഓ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു, സർഫ് കുൻ ദറാഹ് ഓ, സർഫ് കുൻ ദറാഹ് ഓ. എന്താണോ അല്ലാഹു തന്നത്, അത് ആരോഗ്യമായിരിക്കാം, സമയമായിരിക്കാം, സമ്പത്തായിരിക്കാം. എന്താണോ അല്ലാഹു തന്നത് അത് അല്ലാഹുവിൻ്റെ വഴിയിലേക്ക് ചെലവഴിച്ചാൽ അല്ലാഹുവിനത് ഇഷ്ടമാണ്. قل لو أنتم تملكون خزائن رحمة ربي، قل لو أنتم تملكون خزائن رحمة ربي إذا لأمسكتم خشية الإنفاق وكان الإنسان قتورا. മനുഷ്യന് സമ്പത്തിനോടുള്ള അഭിവാഞ്ച മുതൽ വേണം, ഒരുപാട് സമ്പത്തുണ്ടാക്കണം എന്ന ഈ അഭിവാഞ്ചയെ നിങ്ങൾ ദീന് കൊണ്ട് തടുക്കണം എന്ന് പറയുന്ന ആയത്താണിത്. മനുഷ്യന്റെ ഉള്ളിൽ ഇത്തരം ചിന്തകൾ വരും. ഖുൽ, പറയൂ നബിയേ, ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ നിധികളെങ്ങാനും നിങ്ങളുടെ കയ്യിൽ അല്ലാഹു തന്നുവെങ്കിൽ ഇദല്ല അംസക്തും ഖശിയത്തൽ ഇൻഫാഖ്, ചെലവഴിച്ചു പോയാൽ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ച് അപ്പോഴും നിങ്ങൾ പിശുക്ക് കാണിച്ചേക്കാം. അല്ലാഹു പിശുക്ക് കാണിക്കുന്നില്ലല്ലോ. എത്ര വിശ്വാസികൾക്ക് അല്ലാഹു കൊടുക്കുന്നു.
എത്ര അവിശ്വാസികൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇബ്രാഹിം നബി ആര് ഒറ്റക്ക് ഭക്ഷണം കഴിക്കൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരാളെ കിട്ടാതെ ഭക്ഷണം കഴിക്കൂല. അങ്ങനത്തെ നബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ആരെങ്കിലും കിട്ടണം. ഒരു ഭക്ഷണത്തിന് ഇരിക്കുകയാണെങ്കിൽ ഒരാളെ കിട്ടണം. അങ്ങനെ ഒരിക്കൽ നോക്കിയിട്ട് ആരും കിട്ടുന്നില്ല. അതിൽ പിന്നെ ഒരാളെ കിട്ടി. അദ്ദേഹം മുസ്ലിമാണ്. വീട്ടിലേക്ക് കൊണ്ടുവന്നു ഭക്ഷണം കൊടുക്കുകയാണ്, അതിഥിയെ സൽക്കരിക്കുകയാണ്. ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇത് ആര് തന്ന ഭക്ഷണമാണെന്നറിയോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ തന്നു. അല്ലല്ലല്ല, ഇത് മിനല്ലാഹ്, അല്ലാഹുവാൻ. ഇബ്രാഹിം നബിന്റെ മറുപടി, അല്ലാഹു ആരാണെന്നറിയോ? എനിക്കറിയില്ല. റബ്ബി വ റബ്ബുക്, എന്റെയും നിന്റെയും റബ്ബാൻ. ആള് പറഞ്ഞു, നിങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞോളൂ, എൻ്റെ റബ്ബല്ല. എഴുന്നേൽക്ക് എഴുന്നേൽക്ക്, നിനക്കിവിടെ ഭക്ഷണമല്ല, എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കുക. അള്ളാഹുവിന്റെ വഹി വന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വന്നു. സ്വഹീഹായ ഹദീസിലുള്ള സംഭവമല്ലേ ഇത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹുവിന്റെ ചോദ്യം, ഇബ്രാഹിം നബിയേ, എന്നെ വിശ്വസിക്കാത്ത ഒരാൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അല്ലേ? 70 വർഷമായി ഞാൻ ഇവന്റെ കുഫറിലായിരിക്കെ തന്നെ ഇവന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇബ്രാഹിം നബിയെ. അങ്ങനത്തെ മനുഷ്യന് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലേ എന്ന് ചോദിച്ചു. അല്ലാഹു തആല ആതബഹു റബ്ബുഹു, അല്ലാഹുവിന്റെ ആക്ഷേപം വന്നു. ഇബ്രാഹിം നബിയെ, അവൻ കാഫിറാണെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. 70 കൊല്ലമായി ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇവന് 70 വർഷമായി ഞാനിത് കൊടുക്കാൻ തുടങ്ങിയിട്ട്. വയസ്സ് 70-75 കഴിഞ്ഞ മനുഷ്യനാണ്. ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് അത്രക്കങ്ങ് ക്ഷമിക്കാൻ പറ്റിയില്ലേ? ഞാൻ ക്ഷമിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്നിട്ടും ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നാലെ നടന്നു പോയെന്നാണ് ചരിത്രം. ഓടിച്ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരാ വരണം, നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ ഭക്ഷണമുണ്ട്, നിങ്ങൾ വരണം. ഫഇന്ന റബ്ബി ആതബനി ഫീക, നിങ്ങളുടെ വിഷയത്തിൽ അല്ലാഹു എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. ചോദിച്ചു, എൻ്റെ വിഷയത്തിൽ അല്ലാഹു നിങ്ങൾ ആക്ഷേപിക്കേ? എന്താണത്? അതെ, നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം തരാതെ പറഞ്ഞയച്ചപ്പോൾ അല്ലാഹു പറഞ്ഞു, 70 വർഷമായി അവൻ നിങ്ങൾക്ക് ഭക്ഷണം തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അവിശ്വാസത്തിലായിരിക്കെ തന്നെ, അതുകൊണ്ട് തിരിച്ചു വരണം, എനിക്ക് മാപ്പ് തരണമെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നു. ആ വിളിയിലാണ് ഇയാളെ വിളിച്ചു പറഞ്ഞത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഇബ്രാഹിം നബിയെ, നിങ്ങളെപ്പോലെയുള്ളൊരു മഹാന്, നിങ്ങളുടെ പടച്ചവൻ എൻ്റെ വിഷയത്തിൽ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പടച്ചവനിൽ ഞാൻ വിശ്വസിക്കുകയാണെന്ന് പറഞ്ഞ് കലിമ ചൊല്ലി മുസ്ലിമായ ചരിത്രം നമ്മുടെ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹായ സംഭവം. അല്ലാഹുവിൻ്റെ കറം അങ്ങനെയാണ്. അവനെ വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും കൊടുക്കുന്നില്ലേ പടച്ചവൻ? എമ്പാടും കൊടുക്കുന്നില്ലേ? മനുഷ്യരെയാണ് അല്ലാഹുവിൻ്റെ ഖജനാവിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുത്തിരുന്നത് എങ്കിൽ അല്ലാഹു പറയുന്നു, ഇദൻ ലഅംസക്തും ഖശിയതൽ ഇൻഫാഖ്, നിങ്ങളത് ചെലവഴിക്കാതെ പിടിച്ചു വെച്ചേനെ. വകാനൽ ഇൻസാനു ഖതൂറാ, മനുഷ്യൻ വല്ലാത്ത പിശുക്കൻ തന്നെ, മനുഷ്യൻ വല്ലാത്ത പിശുക്കൻ തന്നെ. പിശുക്ക് കാണിക്കുന്നുണ്ടല്ലോ ആളുകൾ. പിശുക്കല്ല, ഔദാര്യം ചെയ്തു കൊടുക്ക്, കൈകളെ തുറന്നു വെക്കിൻ. അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അയ്യു സ്വദഖത്തി അഅ്ലമു അജ്റാ, ഞാൻ ചെയ്യുന്ന ദാനങ്ങളിൽ ഏതു ദാനമാണ് നബിയെ ഏറ്റവും പ്രതിഫലമുള്ളത്? ഖാല, നിങ്ങൾ സ്വദഖ ചെയ്യുന്നത്, വ അൻത തസദ്ദഖ വ അൻത സ്വഹീഹുൻ ശഹീഹുൻ തഖ്ശൽ ഫഖറ വ തഅമലുൽ ഗിനാ. എപ്പോഴാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്നറിയുമോ? നിങ്ങൾക്ക് ആരോഗ്യമുണ്ടായിരിക്കെ, നാളെ മരിക്കാൻ പോവല്ല. ഷഹീഹുൻ, പിശുക്കുണ്ടായിരിക്കെ. തഖ്ശൽ ഫഖറ, കയ്യിലുള്ള ഏതാനും സമ്പത്ത് കൊടുത്തു കഴിഞ്ഞാൽ ദാരിദ്ര്യം വരുമോ എന്ന് പേടിക്കുന്ന നേരത്ത്. വതഅമലുൽ ഗിനാ, സമ്പത്ത് ഇനിയും ഉണ്ടാക്കണം എന്ന് കൊതിയുള്ള നേരത്ത്. ആ നേരത്ത് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുകയാണോ?
അതിന് പ്രതിഫലം ഒരുപാടാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നാളെ മരിക്കാൻ പോവുക, അതുകൊണ്ട് ഇന്നത്തെ എല്ലാം ചെലവഴിച്ചേക്കാം. അല്ലല്ല, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, ഇനിയും ജീവിക്കുമെന്ന് തോന്നുന്നുണ്ട്, കയ്യിൽ കുറച്ചേ ഉള്ളൂ, അത് കൊടുത്താൽ ദാരിദ്ര്യം വരുമോ എന്ന് പേടിയുണ്ട്, സമ്പത്തുണ്ടാക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. ആ സമയത്ത് നിങ്ങൾ കൊടുക്കുന്നതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീട്ടിക്കൊണ്ടു പോകല്ലേ. ഹത്താ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ അന്നേരം പറയും ലിഫുലാനിൻ കദാ, എളാപ്പാക്ക് ഇത്ര വേണം, വലിഫുലാനിൻ കദാ, മുത്താപ്പാക്ക് ഇത്ര, പള്ളിക്ക് ഇത്ര, മദ്രസക്ക് ഇത്ര എന്നൊക്കെ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ നിങ്ങൾ വിളിച്ചു പറയും വഖദ് അത് നിങ്ങളുടെ മക്കൾക്കോ അനന്തരാവകാശികൾക്കോ മാറിക്കഴിഞ്ഞിരിക്കെ എന്നിട്ട് പിന്നെ സ്വതക്ക ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുകയില്ല, മുമ്പേ ചെയ്തേക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലേക്ക് വരുന്നുണ്ട് ഒരു യാത്ര സംഘം, ഒരു ഖാഫില, കാറവാനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖാഫിലയാണത്. മദീനയിലേക്ക് വരുന്നുണ്ട്. 1000 ഒട്ടകപ്പുറത്താണ് സാധനം. 1000 ഒട്ടകപ്പുറത്ത്. 1000 എന്നൊക്കെ പറഞ്ഞാൽ ഈ ചിത്താരിയിൽ നിന്ന് തുടങ്ങിയ ഒരു പക്ഷേ കാസർഗോഡായിരിക്കും ചിലപ്പോൾ ഈ 1000 ഒട്ടകത്തിൻ്റെ ലൈന് തീരുന്നത്. 1000 ഒട്ടകം, 1000 ഒട്ടകപ്പുറത്ത് സാധനങ്ങളുമായി സിറിയയിൽ നിന്ന് വരുന്നു മുതലാളിയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്. മദീനയിൽ അന്ന് ക്ഷാമമുണ്ട്, വറുതിയുടെ കാലമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരി. അന്ന് മദീനക്കാർക്ക് കടുത്ത ക്ഷാമമുള്ള കാലം. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകപ്പുറത്ത് വസ്ത്രങ്ങളുണ്ട്, ഈത്തപ്പഴമുണ്ട്, അതുപോലെ നട്സുകളുണ്ട്, എണ്ണയുണ്ട്, വെണ്ണയുണ്ട്, ആവശ്യമായതെല്ലാം അവിടെയുണ്ട്. മദീനയിലേക്ക് 1000 ഒട്ടകങ്ങളുടെ സംഘം എത്തിയപ്പോൾ മദീനയിലെ റീറ്റെയിൽ കച്ചവടക്കാർ മുഴുവനും സടകുടഞ്ഞെഴുന്നേറ്റു. ഉസ്മാൻ, നിങ്ങൾ ഞങ്ങൾക്ക് വിൽക്കുമോ? 5 ഫിൽ 100, ഓരോ 100 ദിർഹം വിലമതിക്കുന്ന സാധനത്തിനും 5 ദിർഹം ലാഭത്തിന് തരാം. 100-ൻ്റെത് ഞങ്ങൾ 105-ന് വാങ്ങിക്കാം, തരുമെന്ന് ചോദിച്ചു. ഇന്നി വജദ്തു മൻ യുഅ്തീനി അക്തർ, അതിനേക്കാളും ഏറെ തരാൻ വേറെ ആളുകളുണ്ടല്ലോ, 100-ന് ഞങ്ങൾ 110 തരാം. ഉസ്മാൻ തങ്ങളുടെ മറുപടി ഇന്നി വജദ്തു മൻ യുഅ്തീനി അക്തർ, അതിനേക്കാളും ഏറെ തരാൻ ആളുണ്ടല്ലോ. മുഖത്തോട് മുഖം, ഈ മദീനയിലെ കച്ചവടക്കാർ ഞങ്ങളല്ലാതെ ആരാണിവിടെ 100-ന് 110-നേക്കാളും ഏറെ തരാനുള്ളവർ ആരാണ്? ഒന്ന് പറയണം ഉസ്മാൻ, ഏത് കച്ചവടക്കാരാണ് നിങ്ങൾക്ക് ഇതിലേറെ ഓഫർ തരുന്നത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇന്നി വജദ്തു മൻ യുഅ്തീനി അല ദിർഹമി 700 ഫഅക്തറ, 1 ദിർഹമിന് 700-ഉം അതിലേറെയും തരാമെന്ന് ഒരാൾ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. 1000 ഒട്ടകങ്ങൾക്ക് മീതെയുള്ള കച്ചവട സംഘം ആ കച്ചവട സാധനങ്ങൾ വിൽക്കാൻ പോകുന്ന ഒരു കച്ചവടക്കാരനെന്ന് ഓർത്തു നോക്കണം. ഈ കച്ചവട സംഘം മദീനയിലേക്ക് എത്താൻ 40 ദിവസം താണ്ടണം. 40 ദിവസം അടുത്തെത്തിയ ഈ കച്ചവട സംഘത്തോട് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മദീനയിലെ കച്ചവടക്കാരോട് 100-ന് 5-ഓ 10-ഓ അല്ല, 1 ദിർഹമിന് 700-ലേറെ തരാമെന്ന് പറഞ്ഞ ഒരാൾക്ക് ഞാൻ ഇതെല്ലാം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്നി വജദ്തുല്ലാഹ യഖൂൽ, അല്ലാഹു പറയുന്നത് ഞാൻ കണ്ടിരിക്കുന്നു പരിശുദ്ധ ഖുർആനിൽ. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അൻബതത് 7 സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. സൂറത്തുൽ ബഖറയുടെ 261-ാമത്തെ ആയത്തിൽ അല്ലാഹു എനിക്ക് വാക്ക് തന്നത് 1 ദിർഹമിന് 700-ഉം അതിലേറെയും തരാമെന്നാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന ആളുകളുടെ ഉദാഹരണം കമസലി ഹബ്ബത്തിൻ, ഒരു ധാന്യമണി പോലെ, അംബതത് 7 സനാബിൽ, 7 സ്പൈക്കുകളായി 7 കതിരുകളായി വളരുന്ന ഒരു ധാന്യം. ഒന്നിന് 7 കതിരുകൾ,
ഒരു ധാന്യമണിയിൽ നിന്ന് 7 കതിരുകൾ മുളക്കുന്ന പോലെ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 വീതം ധാന്യമണികൾ. അപ്പൊ 7 700. അതുപോലെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നവർ. അത് മാത്രമോ വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അവൻ ആർക്കാണോ ഏറെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർ അവർക്ക് അല്ലാഹു ഏറെയും ഇരട്ടിയും എമ്പാടും വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. വല്ലാഹു വാസിഉൻ അലീം. അതുകൊണ്ട് കച്ചവടക്കാരെ, എൻ്റെ 1000 പുറത്തുള്ള എല്ലാ സാധനങ്ങളും മദീനയിലെ പാവപ്പെട്ടവർക്ക് ഞാൻ സ്വതക്ക ചെയ്യുകയാണ്. വഇന്നഹാ സ്വദഖത്തുൻ അലാ ഫുഖറാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ പാവപ്പെട്ടവർക്ക് ഞാനത് വെറുതെ കൊടുക്കുന്നു. ഓരോന്നിനും 700 ഏറെയും കൂലി തരുമെന്ന് അല്ലാഹുവിന് ഞാൻ വിൽക്കുകയാണെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. എന്താണ് ഈ മാതൃക? മസലുൽ അല വലില്ലാഹിൽ മസലുൽ അല. ബഹുമാനപ്പെട്ടവരുടെ സമ്പാദ്യം മുഴുവനും മദീനയിലെ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാനുൽ ഗനി എന്നാണ് പേര്. ഉസ്മാനുൽ ഗനി അല്ലാഹുവിന് വേണ്ടി ദാനം ചെയ്തു. എന്നിട്ടും അവർക്ക് പേടിയായിരുന്നു. അവരെങ്ങനത്തവരാണ്? വയുഊന മാ ആതൗ വഖുലൂബുഹും വജില. അള്ളാഹുവിന് ദാനം ചെയ്യുമ്പോൾ പോലും മനസ്സിൻ്റെ ഉള്ളിലുള്ള പേടി, അള്ളാഹുവേ നീ ഇത് സ്വീകരിക്കുമോ, പടച്ചവനെ നീ ഇത് സ്വീകരിക്കുമോ, അള്ളാഹുവേ നിനക്കിത് പൊരുത്തമായോ എന്ന് ചിന്തിച്ച് പേടിയോടെ സ്വതക്ക ചെയ്യുന്നവരാണ് അൽ മുഖ്ബിതൂൻ, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ജനങ്ങളായ മുഅ്മിനീങ്ങളെന്ന് സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു ധരിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങൾ പേടിക്കുന്നത് ഇങ്ങനെയൊക്കെ ദാനം ചെയ്ത് ഇത് അള്ളാഹു സ്വീകരിക്കുമോ എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെ മുതലാളിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. മദീനയിലേക്ക് വന്നപ്പോൾ ഓരോ അൻസ്വാരിയെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഓരോ മുഹാജിറിനെ ഏറ്റെടുക്കണം, പാവപ്പെട്ട ഒരാളെ. ഇത് ഇസ്ലാമിന്റെ മാതൃകയാണ്. മദീനത്തേക്ക് വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞ 4 വാക്കുകൾ ഇത്: സലാം പറയണം, ഭക്ഷിപ്പിക്കണം, കുടുംബബന്ധം ചേർത്തണം, നിങ്ങൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കണം. നബി തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ 4 ഒന്ന്, മസ്ജിദ് ഖുബാ, അള്ളാഹുമായി ബന്ധിപ്പിക്കാൻ ജനങ്ങളെ അള്ളാഹുമായി ബന്ധിപ്പിക്കാൻ പള്ളി പണിതു. ആദ്യം മദീനയിലെത്തിയ ഉടനെ അഷ്റഫുൽ ഖൽഖ് ചെയ്തത് മസ്ജിദ് ഖുബാ, ഖുബാ പള്ളി നിർമ്മിക്കുകയാണ്. 2, ഔസ് ഖസ്റജ് എന്ന് പറഞ്ഞ 2 ഗോത്രങ്ങൾ തമ്മിൽ തല്ലി മരിക്കുമ്പോൾ അവരെ യോജിപ്പിക്കാനുള്ള പണിയെടുത്തു റസൂലുള്ളാഹി തങ്ങൾ. ഔ ഇസ്ലാഹിം ബൈനന്നാസ് ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖ, ദാനം ചെയ്യണേ എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി തങ്ങൾ. ഔ മഅറൂഫിൻ, നന്മ കൽപ്പിച്ചു, നിങ്ങൾ നന്നാവണം, പിണങ്ങി നിൽക്കരുത്, നന്നാവണം, മിണ്ടണം. മരിക്കാൻ പോകുന്ന ശരീരമല്ലേ, ആരോടാണ് ഈ ശത്രുത, ആരോടാണ് ഈ വെറുപ്പ്? നന്നാവണേ. അല്ലാഹുവിന്റെ റസൂൽ 2 കുടുംബത്തെ നന്നാക്കി. 3ാമത് ചെയ്തത് ഓരോ പാവപ്പെട്ട മുഹാജിറിനെയും വിളിച്ചു കൊണ്ടുവന്നിട്ട് മുതലാളിയായ അൻസ്വാരിയോട് പാവപ്പെട്ടവരെ ഏറ്റെടുക്കാൻ വേണ്ടി പറഞ്ഞു. അൻസ്വാരികളാ പറഞ്ഞത്, നബിയെ, ഞങ്ങൾ 2 ഭാര്യമാരുള്ളവർ, ഞങ്ങളുടെ മുഹാജിറായ കൂട്ടുകാരന് ആരെ ഇഷ്ടമാണോ അവർ ഞങ്ങൾ കല്യാണം ചെയ്തു കൊടുക്കാം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യബ്ന അബ്ദുറഹ്മാൻ യബ്ന ഔഫ്, അല്ലയോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, എൻ്റെ ഭാര്യമാരിതാ, 2 ഭാര്യമാരുണ്ട്, നിങ്ങൾക്കാരെയാണോ വേണ്ടത് അവരെ നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം, നിങ്ങൾക്ക് അവരെ കല്യാണം കഴിക്കാം. എൻ്റെ സമ്പത്തിതാ, ഇതിൻ്റെ നേർപകുതി ഞാൻ നിങ്ങൾക്ക് തരാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, വേണ്ട വേണ്ട, ദുല്ലനി അലസ്സൂഖ്, ഞാൻ മാർക്കറ്റിലേക്ക് പോകട്ടെ, അങ്ങാടിയിലേക്ക് പോകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ പാവപ്പെട്ടവരെയും ഒരു മുതലാളി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് 3ാമത്തെ വിഷയം. 4ാമത് പറഞ്ഞത് അലൈക്കും ബിസ്സൂഖ്,
ടൗണിലേക്ക് പോകണം, മാർക്കറ്റിലേക്ക് പോകണം. ലാ തദഊഹാ ലിൽ യഹൂദ്, ജൂതന്മാർക്ക് വേണ്ടി മാർക്കറ്റ് വിട്ടുകൊടുക്കരുത്. മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ വേണം, അവര് സത്യസന്ധരായി കച്ചവടം ചെയ്യും. മുസ്ലിമീങ്ങളായ വ്യാപാരികൾ വേണം, അവര് മയക്കുമരുന്ന് വിൽപ്പന ചെയ്യില്ല. മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ വേണം, അവര് മദ്യം വിൽപ്പന ചെയ്യുന്നവരല്ല. മുസ്ലിമീങ്ങളായ കച്ചവടക്കാർ വേണം, അവര് പൂഴ്ത്തിവെപ്പ് നടത്തുന്നവരല്ല. അലൈക്കും ബിസ്സൂഖ്, അങ്ങാടിയിലേക്ക് പോകണം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു 4 ദിർഹം കയ്യിലുണ്ട്. 4 വെള്ളി നാണയം, സ്വർണ്ണ നാണയമല്ല, 4 ദിർഹം. അല്ലാഹുവിൻ്റെ റസൂലേ, എല്ലാം മക്കയിൽ ഉപേക്ഷിച്ചു പോന്നിട്ട് ഈ 4 ദിർഹം കൊണ്ട് എന്ത് ബിസിനസ് ചെയ്യാൻ നബിയേ? ഞങ്ങൾ അങ്ങാടിയിൽ പോയിട്ട് എന്തു ചെയ്യാൻ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫേ, നിങ്ങൾ ഇങ്ങോട്ട് വരണം. ആ കൈ പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ ഫീ സഫഖതി യദി. അല്ലാഹുവേ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവടത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരൊറ്റ പ്രാർത്ഥനയാ, കച്ചവടം പൊടിപിടിച്ചു, മുതലാളിയായി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ മുതലാളിയായി. അന്ന് നബി തങ്ങൾ മദീനത്തെ മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന വെള്ളിയാഴ്ച ദിവസം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവട സംഘം കടന്നു വരികയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫളൂ ഇലൈഹാ വതറകൂക ഖായിമാ ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. അല്ലാഹുവിൻ്റെ റസൂൽ മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കെ കച്ചവട സംഘം വന്നപ്പോ കുട്ടികൾ എഴുന്നേറ്റോടി, ചെറുപ്പക്കാർ വാപ്പന്മാരെ കാണാനോടി, ജ്യേഷ്ഠന്മാർ അനിയന്മാരെ കാണാൻ, അനിയന്മാർ ജ്യേഷ്ഠന്മാരെ കാണാൻ, എല്ലാവരും പള്ളിയിൽ നിന്ന് ഓടിപ്പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. ഏതാനും ചില സ്വഹാബികളല്ലാതെ മറ്റ് എല്ലാവരും പള്ളിയിൽ നിന്ന് ബന്ധുക്കളെ കാണാൻ ഓടിപ്പോയി. ജുമുഅ നടക്കുമ്പോ അല്ലാഹുവിൻ്റെ റസൂൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. നിസ്കാരത്തിന് ജുമുഅക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കച്ചവടം നിർത്തിയിട്ട് ഖുതുബ കേൾക്കാൻ വേണ്ടി വരേണമേ. ഫഇദാ ഖുദിയത്തിസ് സ്വലാ, നിസ്കാരം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ബാങ്ക് കേട്ടാൽ ഷട്ടർ അടക്കണം, കച്ചവടം നിർത്തണം എന്ന് അല്ലാഹു പറഞ്ഞതിൽ പിന്നെയാണ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പൊയ്ക്കോളൂ, അല്ലാഹുവിൻ്റെ ഔദാര്യം അന്വേഷിച്ച് പൊയ്ക്കോളൂ. വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫളൂ ഇലൈഹാ വതറകൂക ഖായിമാ. നബിയേ, കച്ചവടം കാണുമ്പോഴേക്കും ആളുകൾ ഓടിപ്പോവുകയാണോ? അങ്ങയെ ഒറ്റയ്ക്ക് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന അങ്ങയെ മിമ്പറിൽ നിർത്തിയിട്ട് ആളുകളൊക്കെ പോവുകയാണോ? വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫളൂ ഇലൈഹാ വതറകൂക ഖായിമാ ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. പറഞ്ഞു കൊടുക്കൂ നബിയേ, അവരുടെ കച്ചവടത്തെക്കാളും അവരുടെ വിനോദങ്ങളെക്കാളും ഏറ്റവും ഖൈർ അല്ലാഹുവിൻ്റെ അരികിലുള്ള പ്രതിഫലമാണല്ലോ. ഈ ആയത്തിറങ്ങുന്നത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ കച്ചവട സംഘം വന്നപ്പോഴാണ്. മദീനയിലെ പള്ളിയിലേക്ക് ഓടി വന്ന് തൻ്റെ 10ഓളം വരുന്ന ഒട്ടകപ്പുറത്തുള്ള സാധനങ്ങൾ തൻ്റെ കൂടെയുള്ള സ്വഹാബിമാരെ കാണാൻ പള്ളിയിൽ നിന്ന് ഓടി വന്ന മുഅ്മിനീങ്ങളായ ആളുകൾ ജുമുഅക്ക് പ്രശ്നം സൃഷ്ടിച്ചപ്പോ, നബിയേ, അങ്ങയെ സാക്ഷി നിർത്തി പറയട്ടെയോ നബിയേ, എൻ്റെ കച്ചവട സംഘം വന്നപ്പോഴാണല്ലോ അങ്ങയുടെ ഖുതുബക്ക് പ്രയാസമുണ്ടായത്. എൻ്റെ സംഘം വന്നപ്പോഴാണല്ലോ നബിയേ അങ്ങയെ മിമ്പറിൽ നിർത്തിയിട്ട് ആളുകളൊക്കെ ഓടി പുറത്തേക്ക് വന്നത്. ഉൻശുദുക ബില്ലാഹ്
അള്ളാനെ വെച്ച് പറയട്ടെ നബിയേ, എൻ്റെ ഒട്ടകപ്പുറത്തുള്ള മുഴുവൻ സാധനങ്ങളും സ്വദഖത്തുൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടി ഞാൻ ദാനം ചെയ്തു നബിയേ, എനിക്കിതിനി വേണ്ട നബിയേ, ഇതങ്ങെടുത്തോളൂ നബിയേ. അള്ളാഹുവിൻ്റെ ജുമഅക്ക് ഒരു ഖുതുബക്ക് തടസ്സമായിട്ടുണ്ടെങ്കിൽ എനിക്കിത് വേണ്ട നബിയേ എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നാളെ പരലോകത്ത് സ്വഹാബിമാർ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ കാരുണ്യത്തിൻ്റെ കടലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ മുഴുവനും തടഞ്ഞു നിർത്തി ചോദിക്കുന്നു, സ്വഹാബികളെ എല്ലാവരും വന്നോ? സ്വർഗത്തിലേക്ക് പോകാൻ നേരമായല്ലോ, എല്ലാവരും എത്തിയോ? എല്ലാവരും ഉണ്ടോ എന്നവിടുത്തെ അനുചരന്മാരോട് ചോദിക്കുന്നു റസൂലുള്ളാഹി. നാളെ ചോദിക്കുമെന്ന് പരിശുദ്ധ ഹദീസിലുണ്ട്. സ്വഹാബികൾ പറയും, നബിയേ എല്ലാവരും എത്തി, ഒരാൾ ബാക്കിയുണ്ട് നബിയേ. ആരാണ് ബാക്കിയുള്ളത്? ആരാനിനി വരാനുള്ളത്? മറ്റാരുമല്ല, മുതലാളിയായിരുന്ന കച്ചവടക്കാരനായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. എന്തു പറ്റി എന്നവരെന്ന് ചോദിക്കുമ്പോൾ മാ സാല ഫിൽ ഹിസാബ്, തൻ്റെ സമ്പത്തിൻ്റെ വിചാരണ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വിചാരണ തീർന്നിട്ടില്ല നബിയെ, ഞങ്ങളുടേതൊക്കെ കഴിഞ്ഞു പോന്നു, അവരെപ്പോഴും വിചാരണയിലാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് ഉലമാ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത്, അൽ മാൽ, സമ്പത്തെന്ന് പറയുന്നത് ഹലാലുഹു ഹിസാബുൻ, അതിൽ ഹലാലായിട്ട് നമ്മൾ സമ്പാദിക്കുന്നത് നാളെ വിചാരണക്ക് കാരണമാണ്. വഹറാമുഹു ഹസ്റത്തുൻ വനദാമ, ഹറാമിലൂടെ സമ്പാദിക്കുന്നത്, പലിശയുടെ ഏർപ്പാടുകൾ, ഹറാമായ ബിസിനസ്സുകൾ, ഹറാമായ സമ്പാദ്യങ്ങൾ, ഹസ്റത്തുൻ വനദാമ, നാളെ പരലോകത്ത് സങ്കടത്തിന് കാരണമായി വരും. ഇങ്ങനെയൊക്കെ സ്വതക്ക ചെയ്ത സ്വഹാബിമാർക്ക് നാളെ വിചാരണ വർദ്ധിക്കുമെങ്കിൽ മുസ്ലിമേ, മുഅ്മിനെ, നമ്മുടെ വിചാരണ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് അള്ളാഹുവിന് ഹലാലേ വേണ്ടു. സ്വതക്ക ചെയ്താൽ പോലും ഹലാലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. ഹലാലുഹു ഹിസാബുൻ വഹറാമുഹു ഹസ്റ, സമ്പത്തിൽ ഹലാല് ഹിസാബ് അള്ളാഹുവിൻ്റെ വിചാരണയെ വർദ്ധിപ്പിക്കും. ഹറാം സമ്പത്തിലേക്ക് കടന്നാൽ ഹസ്റത്തുൻ, അത് സങ്കടമാണ്. അല്ലാഹുമ്മ ർസുഖ്ന ത്വയ്യിബാത്ത്, പടച്ചവനെ നിനക്ക് പൊരുത്തമുള്ള ഹലാല് ഞങ്ങൾക്ക് തരണേ എന്ന് റബ്ബിനോട് ചോദിക്കണം. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. ദാരിദ്ര്യമുള്ള ആളുകളോട് ദുആ ചെയ്യാൻ പറഞ്ഞു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ, അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക, പടച്ചവനെ ഹറാമ് തരാതെ ഹലാല് കൊണ്ട് നീ ഐശ്വര്യം തരണമേ. ഹറാമിൻ്റെ സമ്പാദ്യം തരാതെ ഹലാലിൻ്റെ സമ്പാദ്യം കൊണ്ട് ഐശ്വര്യം തരണമേ. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിത്വാഅതിക അൻ മഅസിയതിക, പടച്ചവനെ തെറ്റുകൾ ചെയ്യാതെ നിനക്ക് അനുസരിക്കുന്നവരാക്കി മാറ്റിത്തരണമേ. വബിത്വാഅതിക അൻ മഅസിയതിക വബിഫദ്ലിക അമ്മൻ സിവാക്, ആരോടും പോയി കൈ കാണിച്ചു ചോദിക്കേണ്ട അവസ്ഥ വരാതെ നീ തന്നെ ഞങ്ങൾക്ക് തരണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹു തന്ന ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹു തന്ന സമ്പത്ത് നഷ്ടപ്പെടരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹു തന്ന നിഅമത്ത് നഷ്ടപ്പെട്ടു പോകരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ ചൊല്ലണമെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക. ഇങ്ങനെ ദുആ ചെയ്താൽ അള്ളാഹു തന്ന ആരോഗ്യം കൊണ്ടുപോകാതെയും അള്ളാഹു തന്ന സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയാതെയും അള്ളാഹു തന്ന മക്കളിൽ കൺകുളിർമ നഷ്ടപ്പെടാതെയും അള്ളാഹു സൂക്ഷിക്കുമെന്ന്
പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തരുന്ന സമ്പത്ത് നിഅമത്താണ്, പരീക്ഷണമാണ്. അത് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ടതാണ്. മുഅ്മിനായ മനുഷ്യന് സ്വതക്ക ചെയ്യാൻ, സ്വതക്ക തന്നെ സ്വന്തം ശരീരത്തിന്, കുടുംബത്തിന്, അയൽവാസികൾക്ക്, സുഹൃത്തുക്കൾക്ക്, ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവർക്ക്, വിശിഷ്യ മിസ്കീനുമാർക്ക്, തിരിച്ചറിയപ്പെടാൻ പ്രയാസമുള്ള മിസ്കീനുമാർ, ഫുഖറാ, ഇഷ്ടം പോലെ മിസ്കീന്മാർക്ക് നിങ്ങൾ സഹായം ചെയ്യണേ എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ദീൻ. കാരുണ്യം ചെയ്യണേ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമേ. നിങ്ങൾക്ക് ലഭിച്ച ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത് എത്രയോ ആളുകൾക്ക് നൽകി സ്വർഗം കിട്ടാനുള്ള സ്വർഗത്തിൻ്റെ വഴികളാ നിങ്ങളുടെ കയ്യിലേക്ക് അള്ളാഹു തന്നിട്ടുള്ളത്. അത് സമ്പത്തുള്ളവന് ചെയ്യാൻ പറ്റുന്ന സ്വതക്ക, സമ്പത്തില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്വതക്ക. മദീനയിലെ അൻസ്വാരികളെ കുറിച്ച് മുഹാജിറുകൾ വന്ന് പറഞ്ഞു, നബിയെ, ഞങ്ങളെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചു പോന്നവരാ നബിയെ, മക്കയിലെല്ലാം ഉപേക്ഷിച്ചു പോന്നു. മദീനക്കാർ, അൻസ്വാരികൾ, ഞങ്ങൾ നിസ്കരിക്കുന്നു, അവർ നിസ്കരിക്കുന്നു, ഞങ്ങൾ സുന്നത്ത് നോമ്പെടുക്കുന്നു, അവരും സുന്നത്ത് നോമ്പെടുക്കുന്നു. പൊന്നാര നബിയെ, അവർ സ്വതക്ക ചെയ്യുന്നുണ്ട് നബിയെ, അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് നബിയെ, ഞങ്ങൾക്ക് ദാനധർമ്മം ചെയ്യാൻ ഒന്നുമില്ലല്ലോ നബിയെ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ കർമ്മങ്ങൾ നാളെ കുറഞ്ഞു പോകുമല്ലോ നബിയെ. മുതലാളിമാർ കൂലി മുഴുവനും കൊണ്ടുപോയല്ലോ നബിയെ. അന്നേരം പഠിപ്പിച്ചു കൊടുത്ത ഹദീസാണ്. നിങ്ങൾ എന്തിന് പേടിക്കണം? ഫകുല്ലു തസ്ബീഹത്തിൻ സ്വദഖ, എല്ലാ സുബ്ഹാനല്ലാഹും സ്വദഖയാണല്ലോ. വൽഹംദുലില്ലാഹ് വകുല്ലു തഹ്മീദത്തിൻ സ്വദഖ, എല്ലാ അൽഹംദുലില്ലാഹിയും സ്വദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സ്വദഖ, എല്ലാ അല്ലാഹു അക്ബർ എന്ന് പറയലും സ്വദഖയാണ്. വഇമാതത്തുൽ നിങ്ങളുടെ വഴിയിൽ നിന്ന് പ്രയാസങ്ങൾ എടുത്തു മാറ്റലും സ്വതക്കയാണല്ലോ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾക്ക് ചില ദിക്റുകൾ പഠിപ്പിച്ചു കൊടുത്തു, പൈസ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്വതക്ക. അത് കേട്ടപ്പോൾ മുതലാളിമാരായ അൻസ്വാരികൾ സ്വതക്ക കൊടുക്കാനും തുടങ്ങി. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും വർദ്ധിപ്പിക്കാനും തുടങ്ങി. വീണ്ടും ഓടി വന്നു ഇതേ സംഘം. നബിയേ, അവർ ഞങ്ങളെ വീണ്ടും ഓവർടേക്ക് ചെയ്തല്ലോ നബിയേ, ഞങ്ങൾക്ക് മാത്രമായി പഠിപ്പിച്ചു തന്നത് അവരും ചെയ്യാൻ തുടങ്ങി. പൈസ ഇല്ലാതെ ഞങ്ങൾ നടക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും സ്വതക്കയാണെന്ന് പഠിപ്പിച്ചപ്പോൾ അവർ പൈസയും സ്വതക്ക ചെയ്യുന്നു. ഈ പറഞ്ഞ ദിക്റൊക്കെ അവരും ചൊല്ലാൻ തുടങ്ങിയല്ലോ നബിയേ. ഇനിയും അവർ തന്നെയാണല്ലോ മുമ്പിലെന്ന് പറഞ്ഞപ്പോഴാണ് ദാലിക ഫദ്ലുല്ലാഹ് യുഅ്തീഹി മൻ യശാ, ഇത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്. ഒരു മുതലാളിക്ക് തസ്ബീഹ് ചൊല്ലാൻ തോന്നിയാൽ അത് അല്ലാഹു അയാൾക്ക് ചെയ്ത സൗഭാഗ്യമാണ്. പൈസ കൊണ്ടും സ്വതക്ക, നാവ് കൊണ്ടും സ്വതക്ക, തസ്ബീഹ് കൊണ്ടും സ്വതക്ക. യുഅ്തീ മൻ യശാ, അതിലെനിക്ക് ഇടപെടാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കങ്ങനെ ചൊല്ലാൻ തോന്നിപ്പിച്ചത് അവർക്ക് കിട്ടിയ ഭാഗ്യമാണ്. അവർ ചെയ്യുന്നത് അള്ളാഹു കൊടുത്ത ഔദാര്യം, നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ജീവിതത്തിൽ സ്വതക്കകൾ ഒരുപാട് വർദ്ധിപ്പിക്കുക. നിങ്ങളും അള്ളാഹു മാത്രം അറിയുന്ന സ്വതക്ക നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഭാര്യമാര് പോലും അറിയാത്തത്, നിങ്ങളുടെ വാപ്പയോ ജ്യേഷ്ഠാനിയന്മാരോ ഉമ്മമാരോ ആരും അറിയാതെ നിങ്ങളും അള്ളാഹു മാത്രം അറിയുന്ന ഒരു ദാനധർമ്മം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും നിരന്തരം കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്ത് ഒരുപാട് പുണ്യം കരസ്ഥമാക്കി അർശിൻ്റെ തണൽ അള്ളാഹു ചെയ്യും, അള്ളാഹു തരും. അർശിൻ്റെ തണൽ തരാനുള്ള കാരണവും കൂടി അതാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. വമുതസദ്ദിഖുൻ അഖ്ഫത തസദ്ദുഖ ലം യകുൻ ബിമാ അൻഫഖത് യുംനാഹു ഇൽമു ശിമാലി, വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ, ആരാലും അറിയാതെ, പേര് പറയാതെ, നാടേതാണെന്ന് പറഞ്ഞു കൊടുക്കാതെ, താൻ ആരാണെന്ന് വിശദീകരിച്ചു കൊടുക്കാതെ, ഏതോ ഒരു സത്യവിശ്വാസിക്ക്, ഏതോ ഒരു നല്ല മനുഷ്യന്, ഒരു അമുസ്ലിം തന്നെ ആയിക്കോട്ടെ, സ്വതക്കക്ക് കൂലിയുണ്ടെന്നാണ്. നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകും. അള്ളാഹു മാത്രം അറിയുന്ന രീതിയിൽ നിങ്ങൾ രഹസ്യമായി സ്വതക്ക കൊടുത്താൽ 7 വിഭാഗത്തിന് നാളെ അർശിന്റെ തണൽ അള്ളാഹു തരുമെന്ന വിഭാഗത്തിൽ ഇങ്ങനെ രഹസ്യമായി സ്വതക്ക കൊടുത്തവർക്ക് അള്ളാഹു ആ വിഭാഗത്തിൽ ചേർത്തുമെന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം